ഇതാണ്. ഷോസ് ദി വേ. നമ്മുടെ വഴി ഇതാണ്. ഇങ്ങനെ നമുക്ക് ലക്ഷ്യത്തിൽ എത്താൻ പറ്റും എന്ന ടാർഗറ്റ് ബേസ്ഡ് ആയിരിക്കുന്ന വികസനം ഉണ്ടാക്കിയെടുക്കാൻ ഷോസ് ദി വേ. അവിടെയാണ് ലീഡർ ഉണ്ടാവുക. മൂന്നാമത്തത് ആൻഡ് ഗോസ് ദി വേ. നിങ്ങളെല്ലാം പോയിക്കോ കേട്ടോ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവനല്ല ലീഡർ. അവരുടെ കൂടെ നിൽക്കുന്നവനാണ് ലീഡർ. കൂടെ നിൽക്കണം. ചൂല് ചൂട്ട് ഓലച്ചൂട്ട് കണ്ടില്ലേ? പണ്ടത്തെ ടോർച്ച് വരുന്നതിന് മുമ്പുള്ള നാട്ടിടവഴികളിലൂടെ വയൽവരമ്പുകളിലൂടെ പോയിരുന്ന് വെളിച്ചം കിട്ടുന്ന ഒരു സാധനമാണ് ഓലച്ചൂട്ട്. ഒരു ചൂലും ചൂട്ടും കണ്ട രണ്ടും ഒരേ ഘടനയല്ലേ? രണ്ടും ഒരു ഘടന. പക്ഷേ ചൂട്ട് വെളിച്ചം ഉണ്ടാക്കുന്നതും ചൂല് അശ്രീകരവുമാണ്. എവിടെയും പോകുമ്പോൾ ചൂല് കണ്ട അശ്രീകരമാണ്. എന്താണത്? രണ്ട് കണ്ടാൽ ഒരുപോലെയാണെങ്കിലും പക്ഷെ അതിന്റെ ഘടനയിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഒന്ന്, ചൂട്ട് കെട്ടുന്നത് അതിൻ്റെ അകത്തുള്ള ഒരു കണ്ണി കൊണ്ടാണ് അല്ലെ? ചൂല് കെട്ടുന്നത് പുറത്തുള്ളൊരു നാര് കൊണ്ടാണ്. ചൂട്ടിന്റെ കണ്ണി കൂട്ടത്തിൽ ഒരാളാണ്, ഒന്നിച്ച് ചേർത്ത് പിടിക്കുകയും ചെയ്യും, ഒന്നിച്ച് നിന്ന് കത്തുകയും ചെയ്യും അല്ലേ? ചൂട്ടിന്റെ കണ്ണി കൂട്ടി യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് കൂടെ നിന്ന് കത്തും ചൂട്ട്. ചൂല് കൂടി യോജിപ്പിച്ച് ഇങ്ങനെ പിടിക്കുകയെന്നല്ലാതെ അതിന്റെ ആ ധർമ്മത്തിൽ ഒരു പങ്കും വഹിക്കുന്നില്ല. അതുകൊണ്ട് അത് അശ്രീകരമാണ്. നമ്മൾ ലീഡർഷിപ്പ് ആരാവണം? ചൂലിന്റെ കണ്ണിയല്ല, ചൂട്ടിന്റെ കണ്ണിയാവണം. കൂടെ നിൽക്കണം, ഒരുമിപ്പിച്ച് നിർത്തണം, കൂടെ നിന്ന് കത്തണം. ഇതാണ് ചൂട്ടിന്റെ ധർമ്മം. അതാണ് ഗോസ് ദി വേ. കൂടെ നിൽക്കണം. അത്തരത്തിൽ a leader one who knows the way, shows the way, goes the way. അത്തരത്തിലുള്ള ഒരു ലീഡർഷിപ്പാണ് ഒരു സംരംഭകൻ. ആ ലീഡർഷിപ്പ് ഉണ്ടാവണം. ആ ലീഡർഷിപ്പിന് വികാസം ഉണ്ടാവണം. ആ വികാസം ഉണ്ടാവുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാവും. അമേരിക്ക കൊളംബസ് കണ്ടുപിടിച്ചിട്ട് അത്രയേ വർഷമായിട്ടുള്ളൂ. എന്നിട്ടും അവരിപ്പം നമുക്ക് തീരുവ 50% നിശ്ചയിച്ചിട്ട് പേടിപ്പിക്കുക. അവന്റെ അച്ചാച്ചൻ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ട് ഇല്ലേ? എന്നിട്ടും അവൻ നമ്മളെ പേടിപ്പിക്കുന്നു. വായി അമേരിക്കക്കാരന്റെ സ്വഭാവവും ഇന്ത്യക്കാരന്റെ സ്വഭാവവും സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. രണ്ട് വ്യത്യാസം. അമേരിക്കക്കാരന്റെ സ്വഭാവം, അമേരിക്കൻ എന്ന് ഇംഗ്ലീഷിൽ എഴുതുക, അവസാനത്തെ 4 അക്ഷരമാണ് അവന്റെ സ്വഭാവം. AMERICAN. അതാണല്ലോ അമേരിക്കൻ. അവസാനത്തെ 4 അക്ഷരമാണ് അവന്റെ സ്വഭാവം. ICAN. എന്താ? ഐ കാൻ. എനിക്ക് കഴിയും. ഒന്നും ആവില്ല പറയില്ല. അവന്റെ നയങ്ങളോട് നമുക്ക് വലിയ എതിർപ്പുണ്ട്. പക്ഷെ അവൻ എന്ത് വന്നാലും ഐ കാൻ എന്ന് പറയും. ആവില്ലെന്ന് പറയും. ഇന്ത്യക്കാരുടെ സ്വഭാവം എന്താണെന്നറിയോ? ഇന്ത്യന്റെ അവസാനത്തെ 2 അക്ഷരം IND IA. അത് നടക്കില്ല. IA മനസ്സിലായി? IND IA. നമ്മുടെ പുതിയ യൂത്ത് നിങ്ങൾ നോക്കും. അകർമ്മണ്യത നമ്മളെ യൂത്തിനെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ. നമ്മളറിയാതെ പരസ്യങ്ങളിലൂടെ നമ്മുടെ ചെറുപ്പക്കാരെ അകർമ്മണ്യത പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ? നീ ഒന്നും ചെയ്യണ്ട, ചരിത്രം പഠിക്കണ്ട, അതെല്ലാം മറന്നേക്കൂ, മെഡിമിക്സ് സോപ്പ് തേക്കൂ എന്നൊരു പരസ്യം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ അടുത്ത കാലത്ത് മറ്റൊരു പരസ്യമുണ്ട്. നീ ഇങ്ങനെ മൊബൈലിൽ റീൽ നോക്കി ഇരുന്നാൽ മതി, നീ മുട്ടായി മുണഞ്ഞിരുന്നാൽ മതി. 5 സ്റ്റാറിന്റെ ഒരു മുട്ടായി, 5 സ്റ്റാർ. ആ മുട്ടായിന്റെ ഒരു പരസ്യത്തിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഒരു പയ്യൻ ഒരു തൂണും ചാരിയിട്ട് 5 സ്റ്റാർ മുട്ടായി ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ കുറച്ച് കെട്ടും പാണ്ടല്ലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ അവരുടെ പാണ്ടത്തിൽ നിന്ന് എന്തോ ഒരു സാധനം ഉരുണ്ട് റോഡിലേക്ക് പോയി. അപ്പൊ ഈ സ്ത്രീ ഈ എഴുന്നേറ്റ് വരാൻ പ്രയാസമുള്ളതുകൊണ്ട് ആ പയ്യനോട് പറഞ്ഞു, മോനെ എടുത്തുതയാ മോനെ. അവൻ ഈ മുട്ടായി തിന്ന രസയിൽ ഓക്കെ എന്ന് പറയാന്നല്ലാണ്ട് എടുത്തു കൊടുത്തില്ല. കുറച്ചേരം കാത്തു. കട്ടച്ചായ ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് തന്നാ നല്ലത് കേട്ടോ. കുറച്ചേരം കാത്തിട്ടും ഇവൻ എടുത്തു കൊടുക്കാനപ്പോ വല്യമ്മ മെല്ലെ എഴുന്നേറ്റ് വടിയും കുത്തി പോയിട്ട് ആ സാധനം എടുക്കാൻ വേണ്ടി റോഡിലേക്ക് കുനിഞ്ഞതും ആ വല്യമ്മ ഇരുന്ന കെട്ടിടം ഡിം താഴെ പതിച്ചു.
ആളെ പതിച്ചു. ഇങ്ങനെ ചൂടുള്ള വെക്കാൻ സ്ഥലമില്ല. ഇത് ശരിയല്ല. അപ്പൊ ഈ വല്യമ്മ അത് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ അതിന്റെ അടിയിൽപ്പെട്ട് വല്യമ്മ മരിക്കും. അവനത് എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ വല്യമ്മ മരിക്കുമായിരുന്നു. എന്നിട്ട് വല്യമ്മ ഈ പയ്യനോട് വന്നിട്ട് പറയാ, താങ്ക് യു മോനെ ഒന്നും ചെയ്യാത്തതിൽ, താങ്ക് യു മോനെ ഒന്നും ചെയ്യാത്തതിൽ. അതൊരു വലിയ അബോധ മനസ്സിൽ ആഴത്തിലിറങ്ങുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ചെറുപ്പക്കാരോട് പറയാ, നീ ഇത് വലിച്ചിങ്ങനെ ആസ്വദിച്ചു നിന്നാ മതി, ഒന്നും ചെയ്യണ്ട, നീ ഒന്നും ചെയ്യണ്ട, നിനക്ക് വേണ്ടതല്ല ഞങ്ങൾ യൂണിയൻ ലിവർ അതിന്റെ തലപ്പത്തിപ്പ് ഇന്ത്യക്കാരാ. ആദ്യമായിട്ടാണ് യൂണിയൻ ലിവറിന്റെ തലപ്പത്ത് ഒരു ഇന്ത്യക്കാരി വന്നത്. യൂണിയൻ ലിവർ ഏതാണെന്നറിയില്ലേ? ഹിന്ദുസ്ഥാൻ ലിവർ. അതിന്റെ ആഗോള സംഘടന. അത് ഓരോ രാജ്യത്ത് പോകുമ്പോൾ ഇന്ത്യയിൽ വരുമ്പോ ഹിന്ദുസ്ഥാൻ ലിവർ, പാകിസ്ഥാനിലെത്തുമ്പോ പാകിസ്ഥാൻ ലിവർ ആവും. യൂണിയൻ ലിവർ നമ്മളോട് പറയാ, നീ ഒന്നും ഉണ്ടാക്കണ്ട കേട്ടോ, നീ ഒന്നും ഉണ്ടാക്കണ്ട, നിനക്കെല്ലാം ഞങ്ങൾ എത്തിച്ചു തരാം, നീ ഒരു പണിയെടുക്കണ്ട, നിന്റെ ബുദ്ധിയോ ആ ബുദ്ധിയും നീ പോരും, ഇങ്ങോട്ട് പോരും. എവിടത്തേക്ക്? കാനഡയിലേക്ക് പോരൂ, ജപ്പാനിലേക്ക് പോരൂ. ഞാൻ അനുഭവം പറയാം. എന്റെ മകൻ ആസ്ട്രോഫിസിക്സ് MSc ചെയ്യുക. ഇവൻ പല യൂണിവേഴ്സിറ്റികളുമായിട്ട് ടൈപ്പ് ആയിട്ട് പല വിധത്തിലുള്ള ഇന്റേൺഷിപ്പ് കോഴ്സിന് ഇപ്പൊ തന്നെ 3-4 യൂണിവേഴ്സിറ്റി. കഴിഞ്ഞ ആഴ്ച അവൻ ചാണക്യ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരായിരുന്നു. കഴിഞ്ഞ മാസം അവൻ ലുധിയാന യൂണിവേഴ്സിറ്റി പഞ്ചാബ് പോയി. അപ്പൊ AI സപ്പോർട്ട് ചെയ്യുന്ന, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സപ്പോർട്ട് ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിരിക്കുന്ന ഒരു റഡാർ ബേസ്ഡ് ടെലസ്കോപ്പ് അവൻ ഉണ്ടാക്കുന്നതിന്റെ സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയത്. പുതിയ ടെക്നോളജിയിലുള്ള ഒരു സാങ്കേതിക വിദ്യ. ഇത് ഉണ്ടാക്കണമെങ്കിൽ ഒരു 2 ലക്ഷം രൂപ വേണം ഈ സാധനം ഉണ്ടാക്കണമെങ്കിൽ. ഇതിന്റെ സോഫ്റ്റ്വെയർ എല്ലാം അവൻ തയ്യാറാക്കി അത് ഇനി ഉണ്ടാക്കണം. അപ്പൊ അവന്റെ കോളേജിൽ പോയി, ഇതിന്റെ പൈസ കിട്ടുമോ ഇത് ഉണ്ടാക്കാൻ? എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആരും തന്നില്ല, അച്ഛൻ തരണം പൈസ 2 ലക്ഷം എനിക്ക്, ഞാൻ ഉണ്ടാക്കുന്നു. അപ്പൊ കോളേജിൽ പോയപ്പോ കോളേജുകാർ പറഞ്ഞു, നീ ഇപ്പൊ ഇതിന്റെ സിലബസിലുള്ള പഠിച്ചാൽ മതി, ഇങ്ങനത്തെ ഒന്നും വേണ്ട. അങ്ങനെ ഉണ്ടല്ലോ നമ്മളെ മാഷന്മാർക്ക്, അവരെ ചട്ടവട്ടത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലില്ല. ഇവൻ അവിടെ തന്നെ ഇങ്ങനെ ചില ഇതിന്റെ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നെറ്റിൽ വെറുതെ ഒന്ന് ഇട്ടു. എന്നെ ആരാ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടോ? ഓൻ്റെ ഒരു നിലപാട്, എൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങി പഠിക്കണ്ട എന്നുള്ള നിലപാടിലാവൻ. അതുകൊണ്ട് ഞാൻ തരാന്ന് പറഞ്ഞിട്ട് ഓനത് വേണ്ട. ആരെങ്കിലും എന്നെ സഹായിക്കാനുണ്ടോ എന്ന മട്ടിൽ ഓൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. നെറ്റിലിട്ടപ്പോ ഒരാഴ്ച ഇന്ത്യയിലെ ഒരു സ്ഥാപനം ഒരു പ്രതികരണം ഉണ്ടായില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജപ്പാനിൽ നിന്ന് അവന്റെ യൂണിവേഴ്സിറ്റിയിലേക്ക് കോൾ വന്നു. അവന്റെ പ്രൊഫൈൽ തപ്പിയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് കോൾ വന്നു. ഇവനെ കണക്ട് ചെയ്തു. അവര് പറഞ്ഞു, 15 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരാം, പാറ്റന്റ് ഞങ്ങൾക്ക് തന്നാൽ മതി, ഇത് ഉണ്ടാക്കാനുള്ള പൈസ ഞങ്ങൾ തരാം, പാറ്റന്റ് ഞങ്ങൾക്ക് തരാം. ജപ്പാൻ ഉള്ള ആളുകൾ എന്തൊരു ശ്രദ്ധ നോക്കുക. അവരിങ്ങനെ നോക്കിയിരിക്കുക, ആരാ പുതിയ എന്താ കണ്ടുപിടിക്കുന്നതെന്ന്. അപ്പൊ ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് 15 ലക്ഷം കിട്ടാ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ജപ്പാൻ ഗവൺമെന്റ്. അവരെന്നെ അങ്ങോട്ട് ബാക്കി കോഴ്സ് ആടുന്ന് പഠിച്ചോളാനല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഇപ്പൊ തൽക്കാലം 2 ലക്ഷം ഞാൻ തരാം, നീ ഇപ്പൊ കൊടുക്കണ്ട. 15 ലക്ഷം അല്ല, ചിലപ്പോ 1.5 കോടിന്റെ സാധനമായിരിക്കും അത്, 15 ലക്ഷത്തിന് നീ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, ഇതാണ് നമ്മുടെ ഒരു നിലപാട്. പുതിയതിനെ സ്വീകരിക്കുവാനുള്ളൊരു താല്പര്യം, ആ താല്പര്യം ഉണ്ടാക്കിയെടുക്കണം. പുതിയ ടെക്നോളജിയെ, പുതിയ ചിന്തകളെ പ്ലസ് ചെയ്യണം. അതിനെന്ത് വേണം? നമ്മുടെ കുട്ടികളുടെ അറിവിനെ നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ അങ്ങ് വന്നോ. പണ്ട് ഗൾഫിലല്ല ഒരുപാട് ആള് പോയാ ഗുണ, അവര് അധ്വാനിച്ച പൈസ മുഴുവൻ ഇങ്ങോട്ടായിരുന്നു. ഇപ്പോ ബംഗാളികള് അവര് കേരളത്തിൽ വന്നാൽ ഒരു കന്നൂട്ടിക്ക് കുടിക്കാൻ വെക്കാണ്ട് മുഴുവൻ പൈസയും അങ്ങോട്ടയക്കില്ലേ. ഇവിടെ ഒരു ബാഗിലിട്ട പൈസ മുഴുവൻ പോകുമ്പോൾ കംപ്ലീറ്റ് എടുത്തു പോകും. അതുപോലെ ആ ഗൾഫ് പോയാൽ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവരും. പക്ഷെ കാനഡയിലും ലണ്ടനിലും ജർമ്മനിയിലും ഇറ്റലിയിലും പോയവനില്ലേ
പൈസ ഇങ്ങോട്ട് അയക്കുന്നില്ല എന്ന് മാത്രമല്ല, അവനും ഇങ്ങോട്ട് വരുന്നില്ല. പത്തനംതിട്ട ജില്ലയിൽ ആരും ഇല്ല ഇവിടെ അല്ലേ? ഉണ്ടോ? പത്തനംതിട്ടക്കാരുണ്ട്. പത്തനംതിട്ട ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോ അവിടെ ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ കുറേ വീടുകൾ കാട് കയറി നിൽക്കുന്നു. അടിപൊളി വീട്. ഞാൻ ചോദിച്ചു, ഇതെന്താ ഈ വീടെന്നോ? അവിടെയുള്ള കുട്ടികളെല്ലാം കാനഡയിലും ഇറ്റലിയിലും ജർമ്മനിയിലും. ഇവിടെ താമസിക്കുന്ന അവരുടെ അച്ഛനപ്പന്മാരും മരിച്ചു പോയപ്പോ അവരിങ്ങ് വരുന്നില്ല, ഈ വീടിന് ആരുമില്ല. നമ്മുടെ ബൗദ്ധികമായിട്ടും കായികമായിട്ടും മുഴുവൻ പോവുക. ഇതിനെ തിരിച്ചു പിടിക്കാൻ നിങ്ങളുടെ സംഘടനയ്ക്ക് വലിയ ദൗത്യം. ആ ദൗത്യം നിങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞാൽ വെറുതെ ഒത്തുചേർന്നിട്ട് നിങ്ങളുടെ GSTയുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ തൊഴിലിന്റെ പ്രശ്നങ്ങളും നിങ്ങളുടെ സർക്കാരിന്റെ നിയമത്തിന്റെ പ്രശ്നങ്ങളും മാത്രം ചർച്ച ചെയ്താൽ പോരാ. നമ്മുടെ കുട്ടികളുടെ നമ്മുടെ ബൗദ്ധിക ശേഷിയെ തിരിച്ചു പിടിക്കണം. നമ്മുടെ കുട്ടികളെ ക്ഷണിക്കണം. പുതിയ സംരംഭങ്ങളിലേക്ക്, ഇതിനെ മെച്ചപ്പെടുത്താനുള്ള ഐഡിയകളിലേക്ക് കൊണ്ടുവരണം. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിൽ ഹിവരേ ബസാർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്. ഈ പഞ്ചായത്തിനെ പറ്റി പഠിക്കാൻ ഞാൻ പോയിട്ട് 4 ദിവസം അവിടെ താമസിച്ചു. ആ പഞ്ചായത്തിൽ പഠിക്കാൻ പോവാൻ കാരണം, ആ പഞ്ചായത്തിൽ 90% ആളുകൾ BPL ലിസ്റ്റിലായിരുന്നു. 1995 വരെ 90% ആളുകൾ BPL ലിസ്റ്റിൽ ദാരിദ്ര്യക്ക് താഴെയുള്ള വളരെ വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു പഞ്ചായത്തായിരുന്നു. എന്നാൽ 2005 ആ പഞ്ചായത്ത് 100% BPL രഹിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചു. ഒരാൾ പോലും BPL ഇല്ല, മുഴുവൻ APL ആയി, ദാരിദ്ര്യക്ക് മേലെയായി മുഴുവൻ. അത് വലിയ വാർത്തയായി. ആ വാർത്ത അറിഞ്ഞിട്ട് ഞാൻ പോയി, ഞങ്ങളൊരു ടീം പോയി ഇത് പഠിക്കാൻ വേണ്ടി. എന്താണ് അവിടെ സംഭവിച്ചത് പഠിക്കാൻ? അവിടെ പോയി പഠിച്ചപ്പോ അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് പപ്പട്രാവു ആണ് ഇതിന്റെ ആള്. ഞങ്ങളവിടെ ചെന്നപ്പോ ഞങ്ങൾക്ക് വളരെ സങ്കടമായിപ്പോയി. പപ്പട്രാവു ഡൽഹിയിൽ 4 ദിവസത്തെ MP-മാരുടെ ട്രെയിനിങ്ങിൽ ക്ലാസ് എടുക്കാൻ പോയിരിക്കുന്നു. MP-മാർക്ക് ക്ലാസ് എടുക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പോയിരിക്കുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? അവിടെ ഗ്രാമസഭ നടക്കുക. ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ വാർഡ് സഭയല്ല കേട്ടോ, ഒരു ഗ്രാമം മൊത്തം ഒരു സഭയാണ്. ആ സഭ നടക്കുമ്പോ ലണ്ടനിൽ നിന്ന് MBA പാസ്സായിട്ട് വന്നു ഈ പപ്പട്രാവ് വന്ന ഒരു പയ്യൻ. അവൻ ഈ ഗ്രാമസഭ നടക്കുമ്പോൾ അവിടെ നിന്ന് ഇതെല്ലാം കേട്ടിട്ട് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു ഗ്രാമസഭയിൽ. അപ്പൊ ഇവൻ പറഞ്ഞു ഇങ്ങനെ പോയാൽ നമ്മുടെ ഗ്രാമം ഇങ്ങനെയൊക്കെ മാറണം. കുറെ ഐഡിയകൾ പറഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം കൈയടിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ പപ്പട്രാവിനെ അവർ പഞ്ചായത്ത് പ്രസിഡന്റാക്കി. ഇവിടത്തെ പോലെ മെമ്പർമാർ കൂടിയിട്ടല്ല അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുക, ജനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും. ആ പ്രസിഡന്റായ പപ്പട്രാവ് നടപ്പിലാക്കിയ ചില തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് അവിടെ മുഴുവൻ കുടുംബവും BPL എന്നത് BPL ആയത്. എന്താ നടപ്പിലാക്കിയത്? ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോ വാട്ടർ ബേസ്ഡ് വ്യവസായങ്ങളാണ് പൂർണ്ണമായിട്ട്. എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും മഴ പെയ്യും. കേരളത്തിന്റെ 4-1 മഴയെ അവിടെ പെയ്യും. പക്ഷേ ഒരു തുള്ളി മഴവെള്ളം ഒഴുകി പോകാൻ അനുവദിക്കരുത്. അത് അവരുടെ തീരുമാനം. ആ പഞ്ചായത്തിൽ പെയ്ത മഴവെള്ളം പൂർണ്ണമായി ഉപയോഗിച്ച് കൃഷിയും വ്യവസായവും ബാക്കിയുള്ള വെള്ളം മുഴുവൻ ശുദ്ധീകരിച്ച് കുപ്പിയാക്കിയിട്ട് ഇപ്പോ ബോംബെ ടൗണിലും പൂനെ ടൗണിലും വിൽക്കുന്ന കുപ്പിവെള്ളത്തിൽ സിംഹഭാഗവും ഈ പഞ്ചായത്തിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണ്. അവിടെ എല്ലാവരും വൻ പണക്കാരെ. ഒരു ലീഡർഷിപ്പിന്റെ കരുത്താണ്, പുതിയ ടെക്നോളജിയുടെയും ഐഡിയയുടെയും കരുത്താണ്. നമ്മൾ പഴയതൊന്നും മറക്കുകയില്ല, പുതിയതൊന്നും പഠിക്കുകയില്ല. നമ്മൾ നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ വീടിങ്ങനെ മാറിക്കൊണ്ടിരിക്കാൻ, നമ്മുടെ ഭക്ഷണം മാറിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുന്നില്ലേ? നമ്മുടെ മനസ്സിനെയാണ് ആദ്യം മാറ്റേണ്ടത്. നമ്മുടെ മനസ്സ് ഫ്രഷ് ആവണം. കാലദേശങ്ങൾ കൊണ്ട്, കാലം Y ആക്സിസും ദേശം X ആക്സിസും, അതാണ് പ്ലസ്. കാലദേശങ്ങൾ ചേരുന്നതാണല്ലോ മനുഷ്യൻ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു, ക്ലാസ് എടുക്കും. ഈ ക്ലാസ് എടുക്കുന്നത് പ്ലസ് ആവുന്നത് എങ്ങനെയാണ്? ഞാൻ പറയുന്നത് മലയാള ഭാഷയാണ്. മലയാള ഭാഷ കണ്ടുപിടിച്ച് ഞാനല്ലല്ലോ. 9-ാം നൂറ്റാണ്ടിലെ മാമ്പള്ളി ലിഖിതം മുതൽ എത്ര കവികളും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും
തൂലിക കൊണ്ടും നാരായം കൊണ്ടും നാവിൻ തുമ്പത്തിലൂടെയും കൊണ്ടുവന്നതാണ് ഈ ഭാഷ. ഇത് കാലത്തിന്റെ വൈ ആക്സിസില്ലേ ഞാൻ പറയുന്നത്? കാലമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ശബ്ദം എൻ്റെ തൊണ്ടയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദോർജമാണ്. ഈ ശബ്ദോർജം ദേശത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ഏത് ദേശത്തിൽ നിന്ന്? ആന്ധ്രാപ്രദേശത്തിൽ നിന്ന്. ഈ ശബ്ദോർജം ആന്ധ്രാപ്രദേശത്ത് നിന്ന് കിട്ടിയതാണ്. കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോ അവിടുത്തെ സൂര്യപ്രകാശമാണ് എൻ്റെ ശബ്ദോർജം. അവിടുത്തെ കർഷകർ അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി, ഫോട്ടോസിന്തസിസ് നടത്തി, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി, അന്നജം ഉണ്ടാക്കി, നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടിയിട്ട് ഹൈദരാബാദിൽ നിന്നും ഗുഡ്സ് ട്രെയിനിൽ കയറ്റിയിട്ട് സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂര്, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂര്, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറോക്ക്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹിപ്പാലം, തലശ്ശേരി, മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിൽ കൊണ്ടുവന്ന് അവിടുന്ന് കൂത്തുപറമ്പെന്ന് മാനന്തവാടി പോകുന്ന വഴിയിൽ ചിറ്റാരിപ്പറമ്പിലെ വാസുവാട്ടിന്റെ റേഷൻ കടയിൽ കൊണ്ടുവന്ന അരി എന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് ചുട്ട 3 ദോശ ഞാൻ രാവിലെ 5:45 എൻ്റെ വീട്ടിൽ നിന്ന് തിന്നതിന്റെ ഊർജമാണ് എൻ്റെ തൊണ്ടയിൽ നിന്ന് കേൾക്കുന്ന ഈ ശബ്ദം അല്ലെ? ആ കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ ഉദിച്ച ആ സൗരോർജത്തെ എന്റെ ശബ്ദോർജമാക്കി മാറ്റുന്നതിൽ എത്ര ആള് പണിയെടുത്തു? എത്ര ആളുടെ ടീം ബിൽഡിംഗ് ആണിത്? എത്ര ആളുകൾ ഇടപെട്ടു? ഇതിലൊക്കെ വന്നു ദേശത്തിലൂടെ വന്ന ശബ്ദോർജം, കാലത്തിലൂടെ വന്ന ഭാഷ. അപ്പൊ ഞാനിപ്പോ പ്രസംഗിക്കുന്നത് പ്ലസ് ആണ്. പിടികിട്ടിയോ? നിങ്ങൾ പ്ലസ് ആവണമെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ആവണം. റീജിയണൽ ആൻഡ് സീസണൽ ആയിട്ട് നിങ്ങൾ റീജിയണൽ എക്സ് ആക്സിസ്, സീസണൽ വൈ ആക്സിസ് നിങ്ങളെ നിങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾ പുതിയത് പഠിക്കണം, പുതിയത് അന്വേഷിച്ചുകൊണ്ടിരിക്കണം. സമയം ചെലവഴിക്കാനില്ല. നമുക്ക് അത്രയല്ലേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷ ആളുകളും ഒരു 50 വയസ്സ് കഴിഞ്ഞവരാണ് അല്ലേ? ഭൂരിപക്ഷ ആളുകൾ 50 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെല്ലാം പണ്ടെല്ലാണെങ്കിൽ ഞങ്ങളെയൊക്കെ ബാല്യത്തിൽ 50-55 വയസ്സിൽ റിട്ടയർ ആകാൻ പോകുന്ന മാഷിയും ടീച്ചറേയും കണ്ടിട്ടുണ്ടോ? നരച്ച് പൊളിച്ച് വയസ്സിനും വയസ്സ് ചേരും അല്ലേ? ഇപ്പൊ പിരിഞ്ഞ മാഷന്മാരും പിരിയുന്ന ടീച്ചർമാരെയും നോക്കിയാട്ടെ. തമാശക്കൊന്ന് മാട്രിമോണിയിൽ ഒരു ഫോട്ടോ കൊടുത്താൽ മതി, 100 കണക്കിന് പ്രപ്പോസൽ വരും. അത്ര നല്ല സുന്ദരന്മാരും സുന്ദരികളും അല്ലേ? ഇപ്പോ നമ്മുടെ ഹൈസ് ഇങ്ങനെ വളർന്നു അല്ലേ? ഹൈസ് വളർന്നു. പണ്ടല്ലേ ആരോഗ്യം ഒന്ന് പല ചില ആൾ പറയും എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എത്രയാ ശരാശരി ആയുസ് എന്നറിയോ? 45 വയസ്സ്. 45 വയസ്സ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയുടെ ശരാശരി ആയുസ്. ഇപ്പൊ അത് 78ആയി. എത്ര നല്ല ഉഷാറാണ്, നല്ല ആരോഗ്യ. അതുകൊണ്ട് പ്രായമായി എന്നൊരു തോന്നലില്ല. മരണത്തെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. ഗ്രാമത്തിലുള്ള ചില അമ്മൂമ്മമാരും വല്യച്ഛന്മാരൊക്കെ ഉണ്ട്. എന്നുണ്ട് വിശേഷം നാരായണേട്ടാ? എന്താപ്പ അന്ന് വിളിക്കുമ്പോ പോണം. ആരും വിളിക്കുന്നില്ല. ആരും നിങ്ങളെ വിളിക്കുന്നുമില്ല. നിങ്ങൾ എങ്ങോട്ട് പോകുന്നുമില്ല. ഉണ്ടോ? ഞാൻ തെളിവ് തരാം. കണ്ണവും ഫോറസ്റ്റിൽ ഒരുപാട് മരങ്ങൾ കാറ്റത്ത് പൊട്ടി വീണിട്ട് അത് മുറിച്ച് വിൽക്കാതെ ഇങ്ങനെ നശിച്ചു പോകുന്ന കണ്ടിട്ട് ഞാൻ DFOനോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ദുഷ്ടതയെ ചെയ്യുന്നു? ഈ മരങ്ങളെല്ലാം വെറുതെ നശിച്ചു പോകല്ലേ? അപ്പൊ DFO പറഞ്ഞു, ആരാ പറഞ്ഞാൽ നശിച്ചു പോകുന്നു? നോക്കറോ നിങ്ങൾ? അതെല്ലാം ചെതല് പിടിച്ച് അവിടെ തന്നെ അടിയുന്നല്ലേ? അപ്പൊ പറഞ്ഞു, ആര് പറഞ്ഞു? ആ ചെതലുകളെല്ലാം അതിന്റെ എണ്ണയെല്ലാം ചേർത്തിട്ട് അത് മണ്ണിന്റെ ഉർവരതയാക്കി മാറ്റി. അത് അടുത്ത തേക്കിനും അടുത്ത വീട്ടിക്കും കിട്ടും. അത് ഒന്നും എവിടെയും പോകുന്നൊന്നുമില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ശരീരം ഒന്നും എവിടെയും പോകുന്നില്ലല്ലോ. ചന്ദ്രനിൽ കൊണ്ടുപോയി സംസ്കരിക്കുന്നുണ്ടോ ആരെയും? ഭൂമി തന്നെയല്ലേ. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളും അസ്ഥികളും എല്ലാം തീയായിട്ടും വെണ്ണീരായിട്ടും വെള്ളത്തിലും മണ്ണിലും എല്ലാം ഇവിടെ തുടർന്ന് ഇവിടെയുണ്ട്. ശരീരം ഇവിടെയുണ്ട്. പിന്നെ ആത്മാവ് ജനിച്ചു കഴിഞ്ഞല്ലോ നേരത്തെ. ആത്മാവ് ജനിച്ചു കഴിഞ്ഞതിനാണ് എന്ത് പറയാ? ആത്മാവ് ജനിച്ചതിനാണ് ആത്മജൻ എന്ന് പറയാ. മക്കള് ആത്മജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ നമ്മളെ മക്കളായി ജനിക്കുന്നത്. നമ്മുടെ ആത്മാവാണ് അതിന്റെ ഒരു പീസ്. അത്രേ ഉള്ളൂ. നമ്മുടെ ആത്മാവ് ഇവിടെ ജനിച്ചു കഴിഞ്ഞു. നമ്മുടെ ശരീരം ഈ ഭൂമിയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് എങ്ങോട്ട് പോകുന്നൊന്നുമില്ല കേട്ടോ.
എങ്ങോട്ട് പോകുന്നൊന്നുമില്ല. എപ്പോഴും മരണത്തെ പറ്റി ഇങ്ങനെ ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കണ്ട. ഞാൻ താമരശ്ശേരി ചുരത്തിലൂടെ ഒരു ദിവസം ബസ്സിൽ വരിക. ബസ്സിലൂടെ വരുമ്പോൾ താഴെ അങ്ങൊന്നും ആ മടക്കുകൾ ഇങ്ങനെ താഴെ കാണുമ്പോഴേ കാലിലടി എന്നൊരു വിറ വരിക. ഒരു ചെറുങ്ങനെ ഡ്രൈവറെ കൈ ഇങ്ങനെ ആയിപ്പോയെങ്കിൽ അസ്ഥി വെറുക്കാറുണ്ടാവില്ല. അന്നേരം ബസ്സിൽ ഒരു പാട്ട്, തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. ഞാൻ കണ്ടക്ടറോട് ചോദിച്ചു, ഒരു പാട്ട് കിട്ടിയില്ല. ഈ ചുരത്തുമ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ മരണത്തെ പറ്റിയുള്ള പാട്ട് വെക്കണം, പേടിപ്പിക്കുന്ന. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എന്തിന് ആ മരണത്തെ പറ്റി ചിന്തിക്കുന്നു? അത് വരുമ്പം വരട്ടെ, അതിനെ മൈൻഡ് ചെയ്യണ്ട. നമുക്ക് ലഭ്യമായതിനെ സുന്ദരമാക്കാം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നാളെ മുതൽ ഒരു വാക്ക് ഉച്ചരിക്കാം. ദിസ് ഈസ് ദി ഫസ്റ്റ് ഡേ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. എന്റെ ബാക്കി ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസം ഇന്നാണ്. എന്റെ ബാക്കി ജീവിതത്തിന്റെ ആദ്യത്തെ ദിവസം ഇന്നാണ്. നിങ്ങൾക്ക് ഒരുപാട് ദൗത്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളുടെ വ്യവസായം മാത്രമല്ല, നിങ്ങളൊരു കുടുംബത്തിന്റെ നാഥനാണ്, നിങ്ങളൊരു ഗ്രാമത്തിന്റെ ലീഡറാണ്, നിങ്ങൾ അയൽപ്പക്കക്കാരന്റെ അയൽവാസിയാണ്, നിങ്ങൾ കൂട്ടുകാരുടെ മിത്രമാണ്, നിങ്ങൾ നാട്ടുകാരുടെ സംഭാവന കൊടുക്കുന്ന ആളാണ്. അങ്ങനെ പലതുണ്ട്. നിങ്ങൾ പലത്. ഒരാൾക്ക് ഒരുപാട് പരിവേഷങ്ങളുണ്ട്. ആ പരിവേഷങ്ങളെല്ലാം ചേർന്നതാണ് നിങ്ങളുടെ വ്യക്തിത്വം. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ദൗത്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ദൗത്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ചലിച്ചു കൊണ്ടിരിക്കണം എപ്പോഴും. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒരു തെറ്റിദ്ധാരണ പടർത്തിയിട്ടുണ്ട്. ആധുനിക സംസ്കാരം എന്തിനാ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? നല്ല പ്രൊഫഷണൽ കോഴ്സിൽ അഡ്മിഷൻ കിട്ടാൻ. എന്തിനാ അഡ്മിഷൻ കിട്ടുന്നത്? നല്ല പ്ലേസ്മെന്റ് കിട്ടാൻ. പ്ലേസ്മെന്റ് കിട്ടിയിട്ടോ ജോലി കിട്ടും. ജോലി കിട്ടിയിട്ടോ നല്ല ശമ്പളം കിട്ടും. ശമ്പളം കിട്ടിയിട്ടോ നല്ല വീട് വെക്കും. കല്യാണം കഴിക്കും. വീട് വെച്ചിട്ടോ വീടിന് ചുറ്റുവട്ടം വലിയ മതിൽ കെട്ടും. എന്നിട്ട് റിമോട്ട് കൺട്രോളിന്റെ ഒരു ഗേറ്റ് പിടിപ്പിക്കും. എന്നിട്ടോ ഒരുപാട് ചെടികൾ കൊണ്ടുവന്ന് പിടിപ്പിക്കും വീട്ടുമുറ്റത്ത്. എന്നിട്ടോ നാട്ടുകാരെ കാണാൻ മതിൽ കെട്ടിയിട്ട് അനുവദിക്കില്ല. ഈ ചെടികളാരും നാട്ടുകാരെ കാണാൻ അനുവദിക്കില്ല. പിന്നെ നിങ്ങൾ അന്ന് കുഴിച്ചിട്ട് അന്ന് നട്ട അന്ന് കണ്ടിട്ടുണ്ടാവും. വാതിൽ തുറന്നിട്ട് നിങ്ങൾ കാണില്ല. എല്ലാ വീടിന്റെയും വാതിൽ അടഞ്ഞു കിടക്കല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരൊറ്റ വീടും വാതിൽ തുറന്നിരിക്കുന്ന കാര്യം. ഈ ചെടി ആർക്ക് വേണ്ടി നട്ടു? ഈ ഗേറ്റ് അപ്പൊ തുറക്കും. ഈ പൈസ കള്ളന്മാര് കൊണ്ടുപോകുന്നതിന് പേടിച്ചിട്ട് ഒരു പട്ടിയെ വാങ്ങിപ്പോയിട്ടു. എന്നിട്ട് ഈ പട്ടിയെ വിസർജിക്കാൻ കൊണ്ടുപോകാൻ മാത്രം ഗേറ്റ് തുറക്കും രാത്രി. ഇതിന് മാത്രം ഗേറ്റ് തുറന്ന് പുറത്തു പോയി എന്നിട്ട് ഗേറ്റിന്റെ അകത്ത് അടങ്ങിയിരുന്നിട്ട് ഈ മൊബൈലും നോക്കി TV കണ്ട് സമയം കൂട്ടുന്ന വ്യക്തികളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മഹാഭൂരിപക്ഷം. എന്തൊരു ഗതികേട് നോക്കുന്നത്.